നമ്മുടെ വാട്സപ്പിലേക്ക് സന്ദേശമായി എത്തുന്ന ഒരു ചിത്രം ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതിയാകും നമ്മളുടെ ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെടാൻ, നമ്മുടെ അക്കൗണ്ട് കാലിയാവാൻ. വരുന്ന മെസ്സേജിൽ അസ്വാഭാവികമായി ഒന്നും ഉണ്ടാകില്ല. സാധാരണ ഒരു ചിത്രമോ വീഡിയോയോ ഡോക്യുമെൻറ്റോ എന്തുമാകാം. എന്നാൽ ഇതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് മാരക പ്രഹരശേഷിയുള്ള മാൽവെയർ വൈറസുകളാണ്. ഈ ഇമേജുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അവസരത്തിൽ അതൊരു ടെക്നോഗ്രാഫിക് ഫയലായിരിക്കും. അതായത് അതിലൊരു മാൽവെയർ ഇൻസ്ക്രിപ്റ്റ് ചെയ്ത് വരുന്ന ഒരു ഫയലായിരിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അവസരത്തിൽ അത് നമ്മുടെ ഡിവൈസിൽ പ്രവർത്തിക്കുകയും അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഈ അവസരത്തിൽ അത് ആ ഡിവൈസിനെ അത് മിറർ ചെയ്യുകയും ഈ സൈബർ ക്രിമിനലുകൾക്ക് ഇത് വിസിബിൾ ആവുകയും ചെയ്യും. തുടർന്ന് നമ്മൾ ചെയ്യുന്ന ബാങ്കിങ് ആക്ടിവിറ്റികളൊക്കെ അവർക്ക് വിസിബിൾ ആവുകയും നമ്മുടെ പാസ്വേഡും മറ്റ് ക്രെഡൻഷ്യൽസും കരസ്ഥമാക്കി പണം നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ഒരു OTP മുന്നറിയിപ്പ് പോലും ലഭിക്കില്ല എന്നുള്ളതാണ് മറ്റ് സൈബർ തട്ടിപ്പുകളിൽ നിന്നും ഈ തട്ടിപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. അജ്ഞാത മെസ്സേജുകളൊക്കെ തുറക്കുമ്പോൾ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഈ തട്ടിപ്പുകാരുടെ കെണിയിൽ വീഴാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു ചിലത് കൂടിയുണ്ട്. സംശയാസ്പദമായ നമ്പറുകളിൽ നിന്ന് വരുന്ന ചിത്രങ്ങളോ വീഡിയോകളോ ഡൗൺലോഡ് ചെയ്യുകയോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ അരുത്. വാട്സാപ്പ് സെറ്റിംഗ്സിൽ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് മീഡിയ ഓട്ടോ ഡൗൺലോഡ് ഓഫ് ചെയ്യുക. മാൽവെയർ ഫോണിൽ കയറിയിട്ടുണ്ടോ എന്നറിയാൻ സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഫോൺ റീസെറ്റ് ചെയ്ത് പാസ്വേഡുകളും മാറ്റാം. തട്ടിപ്പിനിരയായാൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ www.cybercrime.gov.in എന്ന വിലാസത്തിൽ എത്രയും വേഗം പരാതിപ്പെടാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.